നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും MLA.com-ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള MLA കൊച്ചിയുടെ ജനമനസ്സറിഞ്ഞ യുവ MLA, എറണാകുളം DCC അധ്യക്ഷൻ കൂടിയായ ശ്രീ മുഹമ്മദ് ഷിയാസ് ആണ്. കൊച്ചി എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോക ഭൂപടത്തിൽ ഇടം നേടിയ കൊച്ചിക്ക് ധാരാളം പരിമിതികളുണ്ട്. നമ്മുടെ വിനോദസഞ്ചാര മേഖലയടക്കം, അടിസ്ഥാന സൗകര്യ വികസനം അടക്കം ധാരാളം മാറ്റം, കൊച്ചി ധാരാളം മാറി എങ്കിലും ധാരാളം മാറ്റം ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് യുവ MLAക്ക് കൊച്ചിയെ മാറ്റിയെടുക്കാനുള്ളത്? ഏതൊക്കെ രീതിയിലാണ്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ? എന്താണ് അദ്ദേഹത്തിന് കൊച്ചിക്ക് വേണ്ടി ചെയ്യാനുള്ളത്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി സർക്കാരിന്റെ മൂന്നാം ഊഴം കാത്തിരുന്ന പിണറായി സർക്കാരിൽ മൂന്നാം ഊഴം തന്നെ കാത്തിരുന്ന KJ മാക്സിയെ തോൽപ്പിച്ചാണ് താങ്കൾ, DCC അധ്യക്ഷൻ കൂടിയായ താങ്കൾ, യുവ MLA ആയി രംഗത്ത് വരുന്നത്. എങ്ങനെയായിരുന്നു? കൊച്ചി എൻ്റെ ഹോം മണ്ഡലമല്ല. ഞാൻ എറണാകുളം DCC പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ ആലുവയിലാണ് ജനിച്ചു വളർന്നത്. പക്ഷേ നമ്മൾ പൊതുപ്രവർത്തന രംഗത്ത് കൊച്ചി നമ്മുടെ കർമ്മമണ്ഡലമാണ്. DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 5 വർഷക്കാലവും അതിനു മുമ്പ് യുവജന വിദ്യാർത്ഥി നേതാവായിരുന്ന സമയത്തും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്ന സമയത്തും ഒക്കെ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത് പോലെ തന്നെ നമ്മൾ കൊച്ചിയിലും എല്ലാ പൊതുപരിപാടികളിലും അതുപോലെ തന്നെ സമരങ്ങൾ, മറ്റു വിഷയങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ആ നിയോജകമണ്ഡലം എനിക്ക് പരിചിതമായ ഒരു നിയോജകമണ്ഡലം കൂടിയാണ്. പാർട്ടി പ്രവർത്തകരെയും എതിർ പാർട്ടി പ്രവർത്തകരെയൊക്കെ ഭൂരിഭാഗം ആളുകളെ അറിയാം. മറ്റ് സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകളെ അറിയാം. ആ നിയോജകമണ്ഡലത്തിൻ്റെ ഓരോ മേഖലയിലുമുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നന്നായി എനിക്കറിയാവുന്ന ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധി ആകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ആ വിവരങ്ങൾ ജനങ്ങളുമായി ഷെയർ ചെയ്താൽ തീർച്ചയായും ജനങ്ങൾ അത് വിശ്വാസത്തിലെടുക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി കൊച്ചി എന്ന് പറയുമ്പോൾ ലോകവും അതുപോലെ തന്നെ നമ്മുടെ നാടുമൊക്കെ കാണുന്ന കൊച്ചി എന്ന് പറയുന്നത് എറണാകുളം, ഇൻഫോ പാർക്ക്, കാക്കനാട്, കളക്ട്രേറ്റ്, ഇവിടെയൊക്കെയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം, കൊച്ചി മെട്രോ, ഇതൊക്കെയാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ഗോശ്രീ, ഇതൊക്കെയാണ് കൊച്ചി എന്ന് പറയുമ്പോൾ പ്രധാനമായും വരിക. ലോകത്ത് ടൂറിസം ഡെസ്റ്റിനേഷൻ എടുത്താൽ ആദ്യത്തെ 50 കേന്ദ്രങ്ങളിൽ ഒന്ന് കൊച്ചിയാണ്. കൊച്ചി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചിയാണ്. അവിടെ പിൽഗ്രിം ടൂറിസം ഉണ്ട്, അതുപോലെ തന്നെ ബീച്ചുണ്ട്, അവിടുത്തെ മറ്റ് സവിശേഷമായിട്ടുള്ള പോർട്ടും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സിനഗോഗ് അടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ചരിത്രപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അതുമാത്രമല്ല, നമ്മുടെ ബാക്ക് വാട്ടർ ടൂറിസം ഏറ്റവും നന്നായി ഒരു ഗ്രാമീണ ടൂറിസത്തിന്, വില്ലേജ് ടൂറിസത്തിന് ഏറ്റവും പ്രസിദ്ധമാണ് കുമ്പളങ്ങി. സർക്കാർ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമാണ് ലോകത്തെ ജനതയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം, നമുക്ക് ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രദേശം, ഇതൊക്കെ കൊച്ചിയാണെങ്കിലും എല്ലാ നഗരങ്ങളും വികസിച്ചതുപോലെ കൊച്ചിക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. അത് നമുക്ക് എല്ലാ സെഗ്മെന്റ് എടുത്ത് പരിശോധിച്ചാലും അവിടെ ഒന്നും നമുക്ക് ആ ഡെവലപ്മെന്റ് കാണാൻ സാധിച്ചിട്ടില്ല. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ് അല്ല, അതൊരു ഗ്രാജുവലായി ഉണ്ടാകേണ്ട ഒരു ഡെവലപ്മെന്റ് ആണ്. നഗരങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് തൊട്ടടുത്ത പ്രദേശങ്ങൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ്. എപ്പോഴും അങ്ങനെയാണ്, ഭരണാധികാരികളുടെ ഒരു കൺസെപ്റ്റ് എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ അതനുസരിച്ച് കൊച്ചിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ കൊച്ചിയിലേക്ക് കടന്നു വരുന്ന BOT പാലമാണെങ്കിലും ഓൾഡ് ഹെറിറ്റേജ് പാലമാണെന്നുണ്ടെങ്കിലും അവിടെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ വണ്ടിയുടെ നിര നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു വലിയ ഗതാഗത കുരുക്കാണ്. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഡെയിലി വേജസുകാർ, അങ്ങനെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അവരുടെ യാത്ര തന്നെ ക്ലേശകരമാണ് തുടക്കം.
അവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അതിനേക്കാൾ ക്ലേശകരമാണ്. സ്വാഭാവികമായും അവരുടെ ജീവിതവും അവരുടെ യാത്രയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗ്രാജുവലായി ഉണ്ടാകേണ്ട ഒരു ഡെവലപ്മെന്റ് അവിടെ ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനം അവന് ശുദ്ധവായു, വെള്ളം, ശുദ്ധവെള്ളം, വെളിച്ചം, ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ്. 10,000-കണക്കിന് ആളുകൾക്കാണ് അവിടെ കുടിവെള്ളം കിട്ടാത്തത്. ഓരോ ദിവസങ്ങളോളം വെള്ളം കിട്ടാത്ത പ്രദേശങ്ങളുണ്ട്. തൊട്ട് അറബിക്കടലിന്റെ റാണി എന്നൊക്കെ പറഞ്ഞാലും വെള്ളം കിടക്കുക, പക്ഷെ ഇവിടെ കുടിവെള്ളം ഇപ്പഴത്തില്ല. അപ്പൊ ഏറ്റവും ശോചനീയമായ ഒരു അവസ്ഥ അതാണ്. വെള്ളമില്ല. ഒന്ന് കടലം, ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം, ഒന്ന് കടലാണ്, ഒന്ന് കായലാണ്, പുഴകളാണ്, ഒരു വലിയ ഐലൻഡാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നതാണ്. പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി, കഴിഞ്ഞ 10 വർഷക്കാലത്തുണ്ടാക്കുക അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റും അവിടെ ഉണ്ടായിട്ടില്ല. ഈ 2 ടേം ഭരിച്ചു, 3-ാം ഊഴം കാത്തിരിക്കുകയായിരുന്നു KJ മാക്സി. വളരെയധികം പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം. ഈ 2 വർഷക്കാലവും അദ്ദേഹം ഒരുപക്ഷെ വേണ്ടത് അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതിനുള്ള ഒരു തിരിച്ചടി കൂടിയായിരിക്കും, മറുപടി ആയിരിക്കും അങ്ങ് ഇവിടെ MLA ആയി വന്നത് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അടിസ്ഥാന സൗകര്യ വികസനം എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, നമുക്കറിയാം കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച ഒരു സംസ്ഥാനത്ത് ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു പാർട്ടിയുടെ ജനപ്രതിനിധിയായിരുന്നു KJ മാക്സി. അദ്ദേഹം അവിടെ ജനപ്രതിനിധിയായിരുന്നു. 10 വർഷക്കാലത്തിനിടയ്ക്ക് പരിഹരിക്കാൻ പറ്റാവുന്ന നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കുടിവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രണ്ടാമത്തേത്, അവിടുത്തെ ആശുപത്രികളുടെ ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ്. താലൂക്ക് ആശുപത്രികളൊന്ന് ഫോർട്ട് കൊച്ചി, കരുവേലിപ്പടി, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ് മട്ടാഞ്ചേരി. അതുപോലെ തന്നെ കുമ്പളങ്ങി PHSC, ചെല്ലാനം PHSC. ചെല്ലാനത്തൊക്കെ PHSC എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല, പ്രവർത്തിക്കുന്നില്ല. കുമ്പളങ്ങി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ പരിമിതമായ പ്രവർത്തനങ്ങൾ പോലുമില്ല അവിടെ. വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് വരണമെങ്കിൽ GHS ഇവിടെ എറണാകുളം. അപ്പൊ എല്ലാം ഫോർട്ട് കൊച്ചി വന്നാലും കരുവേലിപ്പടി, തോമ്പടിക്ക് കരുവേലിപ്പടി ആശുപത്രിയിൽ വന്ന് റഫറൽ ആശുപത്രിയാണ്. അപ്പൊ തന്നെ റെഫർ ചെയ്യാണ് കോട്ടയത്തേക്കോ കളമശ്ശേരിയിലേക്കോ എറണാകുളം GH-ലേക്കോ റെഫർ ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമാണ് ആളുകളെ. അതുപോലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ള ഓരുവെള്ള ഭീഷണി നമ്മള് മഴക്കാലം വന്നാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നു. കാരണം വെള്ളം കെട്ടി നിൽക്കുകയാണ്, അവർക്ക് കുടിവെള്ളമില്ല, ഒപ്പം ശുചീകരണത്തിന്റെ പരിമിതികൾ. നമ്മള് ഈ ഓരുവെള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് കടല് കയറും, മറുഭാഗത്ത് ഈ ചെല്ലാനം പഞ്ചായത്തിലും കുമ്പളങ്ങി പഞ്ചായത്തിലും ഒക്കെ ഉള്ള പ്രദേശങ്ങളിൽ ഊരുവെള്ള ഭീഷണിയാണ്. ഈ കായലിൽ നിന്ന് വെള്ളം കയറും. 2018 പ്രളയത്തിന് ശേഷമുണ്ടായ ഒരു വലിയ പ്രതിഭാസം എന്ന് പറയുന്നത് ഈ കായലുകളിലെല്ലാം മെക്കലുകൾ വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. അത് നീക്കം ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയില്ല. സ്വാഭാവികമായും വേലിയേറ്റ സമയത്താണെങ്കിലും മഴക്കാല സമയത്താണെങ്കിലും ഈ വെള്ളം ഒഴുകിപ്പോവാൻ മറ്റൊരു നിവർത്തിയില്ല. അപ്പൊ ഈ ഓരുവെള്ളം മുഴുവൻ കൃഷിയിടങ്ങളിലേക്കും വീടുകളിലേക്കും വന്ന് എല്ലാം നശിച്ചു പോകുന്ന, ഒരു വീട് വരെയും നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തില് വാഹനങ്ങൾ, ഒരു വല്ലാത്ത ജീവിത സാഹചര്യമാണ് അവരുടേത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ചെല്ലാനത്ത് പറഞ്ഞപ്പോ, ചെല്ലാനത്ത് പുലിമുട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതൊരു താൽക്കാലികമായിട്ട് മാത്രമാണ്, ചിലതൊക്കെ നശിച്ചൊരവസ്ഥയിലും കൂടിയാണ്. അല്ല, ചെല്ലാനത്ത് മഴക്കാലം വരുമ്പോ ഓക്കി ഉണ്ടായതിനു ശേഷമാണ് ഇത്ര അധികം പ്രകൃതി ദുരന്തങ്ങൾ ഈ തീരദേശ മേഖലയിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ, പ്രത്യേകിച്ചും ചെല്ലാനത്ത്, കൊച്ചിയിൽ. നമ്മുടെ പ്രദേശത്ത് ഇപ്പൊ ചെല്ലാനത്താണെങ്കിലും നമ്മുടെ വൈപ്പിനിലാണെങ്കിലും ഈ പുലിമുട്ടുകൾ, സർക്കാർ നിർമ്മിച്ച പുലിമുട്ടുകളെല്ലാം ഈ ഓക്കി ഉണ്ടായ സമയത്ത് എല്ലാം തകർന്നു പോയി. അതിനുശേഷം പിന്നീട് അതിനുവേണ്ടി പണം കണ്ടെത്തി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. അതിനൊക്കെ ഫണ്ട് വകയിരുത്തിയെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. പിന്നീടുണ്ടായ കടലാക്രമണ ഭീഷണികൾ വലിയ പ്രതിഷേധത്തിനും, അത് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തിനും അതൊരു വലിയ തീരാവേദനയായി മാറിയത് വാർത്താ മാധ്യമങ്ങളിലൂടെ വന്നത് അതുകൊണ്ടാണ് സർക്കാർ വലിയ സമരങ്ങൾ വന്നപ്പോൾ അവിടെ ടെട്രാപാഡ് നിർമ്മിക്കാനായി തീരുമാനിച്ചത്.
ഏകദേശം 20 കിലോമീറ്ററിൽ താഴെയുള്ള തീരം ടെട്രാപാഡ് നിർമ്മിക്കണമായിരുന്നു. സർക്കാർ 12 കിലോമീറ്റർ നിർമ്മിക്കാനായി ആദ്യം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാർ കൊടുത്തു. പണി തീർന്നു വന്നപ്പോൾ 7.2 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് ഈ 7.2 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് ഈ പണി തീർന്നത്. ബാക്കി ഇനി കിടക്കുകയാണ് ചെയ്യാനായിട്ട്. കണ്ണമാലി പ്രദേശത്തൊക്കെ ഇപ്പൊ ഈ വരും ദിവസങ്ങളിൽ മൺസൂൺ ആരംഭിക്കുകയാണ്. ഈ വരും ദിവസങ്ങളിലൊക്കെ കടൽ കയറ്റം അതിരൂക്ഷമായി അവിടെ ഉണ്ടാകും. അതിനെ പ്രതിരോധിക്കാനുള്ള നടപടി ഒരു ജിയോ ബാഗ്, ജിയോ ട്യൂബ് ഉപയോഗിച്ച് മണൽ നിറച്ച് അത് പ്രതിരോധിക്കാനുള്ള നടപടികളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പര്യാപ്തമല്ല. ഇനി അവിടെ കടൽ കയറാൻ പോകുന്നു. അതിന്റെ സെക്കൻഡ് റീച്ച് മുഖ്യമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്തെങ്കിലും അതിന് ടെക്നിക്കൽ സാങ്ഷൻ അടക്കം അതിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇനിയും പൂർത്തിയാക്കാറുണ്ട്. അത് പെട്ടെന്ന് പൂർത്തിയാക്കണം. ഇത്തരത്തിൽ പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കൊച്ചിയുടെ പ്രശ്നങ്ങൾ 10 വർഷക്കാലം ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളവിടെ വന്ന് നോക്കിയാൽ ചീനവലകൾ കാണാം. ആ ചീനവലകൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ചീനവലകൾ ചെയ്യുന്നത്. ഡൊമിനിക് പ്രസന്റേഷൻ മന്ത്രിയായിരുന്ന സമയത്ത് ഏകദേശം 10 കോടി രൂപയോളം ഈ മരം വെച്ച് ചീനവല നിർമ്മിക്കാനായി ആ മരം അവിടെ കൊണ്ടുവന്നിട്ടു. ആ 10 വർഷക്കാലം ഒന്നും ചെയ്തില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായത് എന്താണ്? ആ മരം മുഴുവൻ ദ്രവിച്ചുപോയി. അപ്പോൾ സർക്കാരിൻ്റെ കോടാനുകോടി രൂപയുടെ പണം മുഴുവൻ ടൂറിസം രംഗത്ത് ഉപയോഗിക്കേണ്ട പണവും അത്തരത്തിലുള്ള പ്രോജക്റ്റുകളും ഒന്നും അവിടെ 10 വർഷക്കാലം നടപ്പിലായില്ല. ഞങ്ങള് ജനഹിതം ആരഞ്ഞു ചെന്നപ്പോ ചീനവലയുമായി ബന്ധം, കാരണം നമ്മുടെ കൊച്ചിയുടെ ഒരു ഭൂപടത്തില് ചീനവലയാണ്. ചീനവലകളൊക്കെ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ്. അവർ പറഞ്ഞത് അത് നിർമ്മിക്കാനുള്ള പൈസ ഇല്ല, ഫണ്ട് കിട്ടുന്നില്ല. അവരാർക്കും വോട്ട് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. മാറി മാറി വരുന്ന സർക്കാരുകൾ വാഗ്ദാനമല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്ന്. എന്താണ് ഫിഷർമെൻ, ഈ ഫിഷറീസ് വകുപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു നല്ലൊരു കൊച്ചി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി കൂടിയാണ് MLA ആയിട്ട് വരുമ്പോൾ. തീർച്ചയായിട്ടും ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവിധ പദ്ധതികൾ, വിവിധ പ്രോജക്റ്റുകളുണ്ട്. ഒന്ന് പിൽഗ്രിം ടൂറിസമാണ്. 2 ഹിസ്റ്റോറിക്കൽ പ്ലേസസിന്റെ നിർമ്മാണം നടത്തേണ്ടതുണ്ട്. എല്ലാം ഇടിഞ്ഞു വീഴാറായിട്ടുണ്ട്. അതിലേക്ക് വരുന്ന ആ വഴികൾ തന്നെ ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായി വെള്ളം ഒഴുകി പോകാനുള്ള സാഹചര്യം, കാണകൾ നിർമ്മിച്ച് നല്ല ആധുനിക നിലവാരത്തോടു കൂടിയിട്ടുള്ള റോഡുകൾ, നമ്മുടെ ബീച്ചുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക്, സഞ്ചാരികളായിട്ടുള്ള ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയാവുന്ന രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ടതാണ്. 3, നമുക്ക് അവിടെ വിവിധ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ ബിനാലെ പോലെയുള്ള സംരംഭം അവിടെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമല്ല. നമുക്ക് ടൂറിസ്റ്റുകൾ വന്നാൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു ബാത്റൂം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എത്ര ശോചനീയമായ അവസ്ഥയാണ്. പബ്ലിക് ടോയ്ലറ്റ് ഇല്ല ഫോർട്ട് കൊച്ചിയിൽ. എത്ര അധികം ആളുകൾ എന്നോട് നിരവധി, ഞാൻ MLA ആയി വന്നതിന് ശേഷം ഞാൻ ഫോർട്ട് കൊച്ചിയിൽ പലപ്പോഴും ആ ഭാഗത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജങ്കാറിൽ കയറുന്ന സമയത്ത് കുറേ സമയം ജങ്കാറിൽ കിട്ടും. അപ്പോൾ സഞ്ചാരികളായിട്ടുള്ള ആളുകൾ വന്ന് വർത്തമാനം പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ആവശ്യം പബ്ലിക് ടോയ്ലറ്റാണ്. അപ്പോൾ ഒരു സർക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വരുന്ന ആളുകൾക്ക് അങ്ങോട്ട് വരാനുള്ള അവർക്ക് ഇഷ്ടം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ധാരാളം വിദേശികളാണ്. അപ്പൊ വിദേശികളുടെ എണ്ണം കുറയുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മുടെ രാജ്യത്തുള്ള വിദേശികൾ, അന്തർ സംസ്ഥാന വിദേശികൾ, ആഭ്യന്തര ടൂറിസം എല്ലാം തകർന്ന് തരിപ്പണമാകും. അപ്പൊ കൊച്ചി അങ്ങനെയുള്ള ഒരു കൊച്ചിയല്ല ജനം ആഗ്രഹിക്കുന്നത്. നമുക്ക് കുറെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട്. പണ്ട് ബീച്ചിൽ ബൈക്ക് റൈസ് ഒക്കെ നടക്കും ബീച്ചിൽ. ഇപ്പൊ നമ്മൾ ബീച്ചിൽ നിന്ന് നോക്കിയാൽ ബീച്ചില്ല. കാരണം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബീച്ചിൽ ഒരു നമ്മുടെ ഇറോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തീരം മുഴുവൻ ഭയങ്കരമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. കാരണം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വന്നപ്പോൾ കപ്പൽ ചാലിന് വേണ്ടി ആഴം കൂട്ടുന്ന നടപടി ചെയ്തപ്പോൾ
നമ്മുടെ ബീച്ച് മുഴുവൻ മണ്ണ് മുഴുവൻ ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ദ്രുതഗതിയിലാണ് നടക്കുന്നത്. അപ്പോൾ അതൊരു നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബീച്ച് സംരക്ഷിക്കാനുള്ള ഒരു നടപടി കൂടി നമുക്കുണ്ടാകണം. ഇപ്പം ഞങ്ങൾ ചെല്ലാനത്ത് നിന്ന് ആരംഭിച്ച ടെട്രാപാഡ് നമുക്കിനി സൗദി മനാശ്ശേരി കഴിഞ്ഞ് സൗദി വരെ നമുക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിനുശേഷം ഫോർട്ട് കൊച്ചിയിലെ ബീച്ച് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ. അവിടെയൊക്കെ പുലിമുട്ട് തകർന്നു കിടന്നിട്ട് വർഷങ്ങളായി, ആ പുലിമുട്ട് പോലും ഇതുവരെ കൃത്യമായി ചെയ്തിട്ടില്ല. ആ പുലിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒരു ബീച്ച് മണൽ വന്ന് അടിഞ്ഞുകൂടാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ സർക്കാരിന് അറിയാം, പക്ഷെ സർക്കാർ അതിനുവേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ചില്ലി പൈസ പോലും ചിലവാക്കിയില്ല. കുമ്പളങ്ങി പോലെ ഏറ്റവും പ്രകൃതിരമണീയമായിട്ടുള്ള ഒരു പ്രദേശം, ഒരു ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞ ഒരു പ്രദേശത്തെ അത് ഈ ഫോർട്ട് കൊച്ചിയും കുമ്പളങ്ങിയൊക്കെ ഒരു ഖനിയാണ് കേരളത്തിന്റെ. കാരണം ടൂറിസം രംഗത്ത് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരു സംസ്ഥാന സർക്കാരിനും അതുപോലെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു തൊഴിലും വരുമാനവും ഒക്കെ ലഭിക്കാൻ പറ്റാവുന്ന ഒന്നാണ്. നമ്മൾ കുമ്പളങ്ങി ഗ്രാമീണ ടൂറിസം വില്ലേജാണ്. ആ ഗ്രാമീണ ടൂറിസം വില്ലേജിന് ഒരു പൈസ പോലും കഴിഞ്ഞ 10 വർഷക്കാലം കൊടുത്തില്ല. സർക്കാർ പ്രഖ്യാപനമൊക്കെ നടത്തി, പക്ഷെ ഒരു പൈസ പോലും കൊടുത്തില്ല. അവിടുത്തെ റോഡുകൾ, അവിടെ ആളുകൾക്ക് വരാനുള്ള മനോഹരമായിട്ടുള്ള പ്രദേശങ്ങൾ സൃഷ്ടിക്കുക, ഇതൊക്കെ അവിടെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പണം ഉപയോഗപ്പെടുത്താം. നമ്മുടെ സംസ്ഥാന സർക്കാരിന് പണമില്ലെങ്കിൽ നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ചാൽ, കേന്ദ്ര സർക്കാരിന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഇത്തരത്തിൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുണ്ട്. അതിന് പണം ചെലവഴിക്കാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായും ഞാൻ MP ഹൈബിയുടെ അദ്ദേഹത്തിന് മനസ്സിലും നല്ല പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ കേന്ദ്രത്തിന്റെ കൂടി പണം ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ കൂടി ഒരു ഇടപെടൽ അനിവാര്യമാണ്. അപ്പോൾ അദ്ദേഹം അത് 100% ചെയ്യാൻ. അപ്പം ഇക്കാലം അത്രയും ഒരു നല്ലൊരു പ്രോജക്റ്റ് കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന് സമർപ്പിക്കണ്ടേ, അതൊന്നും ഒരു സമർപ്പണം ഉണ്ടായിട്ടില്ല. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒന്നാണ്. ആ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക, അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ അത് പ്രസന്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പുതിയ ബഡ്ജറ്റിൽ അതിനു വേണ്ടിയിട്ടുള്ള പണം നമ്മൾ വാങ്ങിയെടുക്കുക, അത് ഇംപ്ലിമെന്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ഇതൊക്കെ എല്ലാം ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം കോളനികളാണ്. ഞങ്ങൾ ചെന്നപ്പോഴുള്ള കാഴ്ച, സാന്തോം കോളനി ഞങ്ങൾ കാഴ്ചപ്പതിപ്പ് പോലുള്ള പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. KV തോമസിന്റെ മൂക്കിന് താഴെയാണ് സാന്തോം കോളനി. അവിടെ അവർ ലേഡീസ് ഗവൺമെന്റിലെ സിസ്റ്ററാണ് അത് മെച്ചപ്പെടുത്തി അത് കോളനിയായിട്ട്. അതുപോലെ നിരവധി കോളനികളുണ്ട്. കൊച്ചിയിൽ നിൽക്കുമ്പോൾ ഏകദേശം മുംബൈ പോലെ തന്നെ ചേരികളും കോളനികളും ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണ്ടേ? എങ്ങനെയാണ് അത്തരം ഒരു കാഴ്ചപ്പാട്? ചേരികളുടെ ഒരു കൂടാരം തന്നെയുണ്ട് മട്ടാഞ്ചേരിക്കകത്തും ഫോർട്ട് കൊച്ചിക്കകത്തും. എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ കൊച്ചി ഒരു വലിയ ജനസാന്ദ്രത ഉള്ളൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു മേഖല വൈപ്പിനാണ്. തൊട്ടടുത്ത ദ്വീപാണ് വൈപ്പിൻ. തൊട്ടടുത്ത പ്രദേശമാണ് കൊച്ചി. കൊച്ചിയിലെ ചുരുങ്ങിയ സ്ഥലത്താണ് 10,000-കണക്കിന് ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ഈ ചേരി നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി 2012 UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് തുരുത്തിയിലെ ഫ്ലാറ്റ് നിർമ്മാണം ആരംഭിക്കുന്നത്. അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അന്നത്തെ ആദ്യത്തെ ഒരു പൈലറ്റ് പ്രോജക്റ്റാണ് അവിടെ നടന്നത്. 2 ഫ്ലാറ്റുകൾ ഈ ചേരി നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി ചേരിയിൽ നിന്ന് ഒഴിപ്പിച്ച് അവരെ വലിയ ഫ്ലാറ്റുകളിലേക്ക് ഏകദേശം 400-ലധികം ആളുകൾക്ക് താമസിക്കാൻ കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയാവുന്ന ഫ്ലാറ്റുകളാണ് അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളൊന്നും സർക്കാർ പൂർത്തീകരിച്ചില്ല. അന്നത്തെ സർക്കാർ പൂർത്തീകരിച്ചിട്ടില്ല. ചെറിയ ഫ്ലാറ്റുകളാണ് എങ്കിൽ പോലും അതിൻ്റെ STP, അതിൻ്റെ മറ്റ് സ്യൂവേജ് പ്ലാന്റുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്നും അത്തരത്തിൽ സർക്കാർ അതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പിന് മുമ്പേ ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തി പിന്നീട് ഒരു താക്കോല് പോലും ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ കോർപ്പറേഷൻ പുതിയ UDF ഭരണസമിതി വന്നു. കോർപ്പറേഷനാണ് മോണിറ്റർ ചെയ്യുന്നത്. കോർപ്പറേഷൻ്റെ പുതിയ ഭരണസമിതി വന്നു. CSML ആണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്.
അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു. MLA എന്നുള്ള രീതിയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നതിന് ശേഷം അവരുമായി ബന്ധപ്പെട്ടു. ഞാൻ അടുത്ത ആഴ്ച അവരുടെ ഒരു മീറ്റിംഗ് കൂടി വച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ചെറിയ ഗല്ലിക്കകത്ത് താമസിക്കുന്നത്. അവർക്ക് ബാത്റൂമിന്റെ സൗകര്യങ്ങളില്ല, കുടിവെള്ളമില്ല. ഈ പറയുന്നത് പോലെ ഈ മഴവെള്ളം ഒഴുകി വന്നാൽ അത് ഒഴുകി പോകാനുള്ള സാഹചര്യമില്ല. നമ്മുടെ ഈ തോടുകൾ, കൊച്ചിയിലെ തോടുകളൊക്കെ വർഷങ്ങളായി ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് അഴുക്കുകൾ മുഴുവൻ വന്ന്, വേസ്റ്റ് മുഴുവൻ വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. മഴവെള്ള സമയത്ത്, വേലിയേറ്റ സമയത്ത് ഈ വെള്ളം മുഴുവൻ ഇങ്ങോട്ട് കയറി വരും. അപ്പൊ ഇതൊക്കെ ഇത്ര ശോചനീയമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്കവിടെ ഏറ്റവും കൂടുതൽ ചെടി നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിന്റെ പണം ഉപയോഗപ്പെടുത്തി നിരവധി കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ അവിടെ ലൈഫിന്റെ ഭവന പദ്ധതിയിൽപ്പെടുത്തിയ ഒരു വീട് പണിയാണ്. ഇപ്പൊ നിങ്ങൾ PNT കോളനിയിലെ ആളുകൾക്ക്, ഇപ്പൊ സാന്തോം കോളനി പറഞ്ഞു, സാന്തോം കോളനിയിലെ ഏറ്റവും മോശമായ ഒരു സാഹചര്യമാണ്. അവിടെ 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. ഈ സാന്തോം കോളനിയോട് അടുത്ത് തന്നെയാണ് PNT കോളനി. PNT കോളനി എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഏകദേശം 87 കുടുംബങ്ങളാണ് ഈ കടവന്ത്ര ഭാഗത്ത് PNT കോളനിയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ വേലിയേറ്റ സമയത്തും അതുപോലെ തന്നെ മഴക്കാലത്തും ആ തോടുകളിൽ നിന്ന്, കടവന്ത്രയിലെ ആ തോടുകളിൽ നിന്നുള്ള വെള്ളം ഏറ്റവും മോശമായ വെള്ളം വന്ന് ഇവരുടെ വീടുകളിൽ കയറുകയും ആളുകൾക്ക് അതിനകത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും വർഷങ്ങളായി നമ്മളിത് കാണുന്നു. അപ്പൊ അവർക്കൊരു പുനരധിവാസം. അവരെവിടെ വർക്ക് ചെയ്യുന്നത്? അവർ കോർപ്പറേഷന്റെ കണ്ടീജന്റ് ജീവനക്കാരാണ്. കോർപ്പറേഷനിലെ ഏറ്റവും അടിസ്ഥാന ജോലി ചെയ്യുന്ന ആളുകളാണ് അവർ. അപ്പൊ അവർക്ക് ഏറ്റവും മാന്യമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ നമ്മൾ ഈ പറയുന്ന മുണ്ടംവേലിയിലെ ഈ അവിടെ ഒരു മുണ്ടംവേലിയിലെ ഒരു സ്ഥലത്ത്, സർക്കാരിൻ്റെ ഒരു സ്ഥലത്ത് ലൈഫിൻ്റെയും GCDയുടെയും കോർപ്പറേഷൻ്റെയും പണം ഉപയോഗപ്പെടുത്തി അവർക്കൊരു കെട്ടിടം നിർമ്മിച്ചു കൊടുത്തത്. ഇപ്പൊ അവിടെ ഉള്ള ശോചനീയാവസ്ഥ അറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ GCDക്ക് മുമ്പിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ്. അപ്പൊ അവിടെയുള്ള ഈ 87 കുടുംബങ്ങൾക്ക് ഏകദേശം 400-ലധികം വരുന്ന ആളുകളാണ്. പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, അസുഖബാധിതരുണ്ട്, എല്ലാം ഉണ്ട്, കിടപ്പ് രോഗികളുണ്ട്. അവിടെ ഒരു മഴ പെയ്താൽ ആ കെട്ടിടം മുഴുവൻ ചോർന്നൊലിക്കുകയാണ്. പുതിയ കെട്ടിടമാണ്. 2024 മെയ് മാസത്തിലാണ് അവർക്ക് അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നടത്തിയത്. പിന്നീട് നടന്ന മഴക്കാലത്ത് അത് മുഴുവൻ ആ കെട്ടിടം ചോർന്നൊലിക്കുന്നു. അതുമാത്രമല്ല, ആ കെട്ടിടത്തിന്റെ 3-ാമത്തെ നിലയിൽ നിന്ന് ആളുകൾ ബാത്റൂമിൽ പോയാൽ ആ വെള്ളം മുഴുവൻ താഴേക്ക് ഗ്രൗണ്ട് ഫ്ലോർ വരെ ആ വെള്ളം ചോർന്നൊലിക്കുകയാണ്. അപ്പൊ നിലവാരം കുറഞ്ഞ നിർമ്മാണ പ്രവർത്തനം നടത്തി, അതിനകത്ത് അഴിമതി നടത്തി ഏകദേശം 18 കോടി രൂപയോളമാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. ഒരു യൂണിറ്റിന് ഏകദേശം 18 ലക്ഷം രൂപ മേൽ, ഏകദേശം 25 ലക്ഷം രൂപയോളം അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ടോട്ടൽ നോക്കും ആ 25 ലക്ഷം രൂപ കൊടുത്ത് അവർക്ക് 2-3 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് പണിയായിരുന്നു അവർക്ക്. പല സ്ഥലത്തും പോയി. അപ്പൊ അവർക്ക് അതിനകത്ത് പണിതയിൽ തന്നെ ഭീകരമായ അഴിമതിയാണ്. സാന്തോം കോളനി പോലുള്ള പ്രദേശത്ത് നമുക്കറിയാം, അവിടെ അവരുടെ ഒരു മഴക്കാലത്തോ അല്ലെങ്കിൽ ഒരു വെലിയേറ്റ സമയത്തോ അങ്ങോട്ട് ചെല്ലാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അപ്പൊ അത്ര മോശം സിറ്റുവേഷനിൽ കിടക്കുന്ന ആളുകൾക്ക് സർക്കാരിന്റെ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ ഓരോ പ്രോജക്റ്റ് ആക്കി, പ്രത്യേകിച്ചും ഇപ്പൊ കൊച്ചിയുടെ ഒരു മാറ്റത്തിന് നമ്മൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം നടപ്പിലാക്കുന്നത്. നമ്മൾ കടലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റ്, പോർട്ടുമായി ഇൻ്റഗ്രേറ്റഡ് പോർട്ട് സിസ്റ്റം നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കൊച്ചി പോലെയുള്ള ഒരു പ്രദേശത്ത് നമുക്ക് ഗുണം ചെയ്യുന്നതായി. കൊച്ചിൻ പോർട്ട് ഒരു കാലത്ത് ഏറ്റവും അഭിമാനകരമായി നിലകൊണ്ട ഒരു പ്രദേശമാണ്. ആ പോർട്ടിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയായിരിക്കും ഈ സർക്കാർ നടപ്പിലാക്കുന്ന, പോർട്ടുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ. ഇന്ന് നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെ, നമ്മുടെ റോഡുകളിലൂടെ പോകുന്ന ചരക്ക് ഗതാഗതം മുഴുവൻ നമുക്ക് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ അത് കടൽ വഴിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ
ആലോചനയാണ് സർക്കാർ നടത്തുന്നത്. അപ്പം നമുക്ക് പോർട്ട് വഴിയാകുമ്പോൾ നമുക്ക് കൊച്ചി ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ആ ഹബ്ബാക്കി മാറ്റാനും അതുവഴി പിന്നീട് അത് ടൂറിസം രംഗത്തേക്ക് അത് മാറ്റാനും ഈ പറയുന്നത് പോലെ ഒരു വലിയ മറ്റു തലങ്ങളിലേക്ക് ഈ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള മറ്റു തലങ്ങളിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കാനും കഴിയാവുന്ന രീതിയിലേക്ക് നമുക്കതൊരു വലിയ ചേഞ്ചസ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. അതിന് പറ്റുന്ന ഒരു പ്രദേശം കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയും മലബാറും നമുക്ക് കോഴിക്കോട് അറിയാം, കൊച്ചി അറിയാം, ട്രിവാൻഡ്രം ഇപ്പോൾ വിഴിഞ്ഞുണ്ട്, നമുക്ക് വിവിധ പോർട്ടുകളും ഒക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കുറേ കൂടി ഒന്ന് പ്രയോജനപ്പെടുത്തണം. പിന്നെ അതുപോലെ നമ്മുടെ ഹാർബറുകൾ ചെല്ലാനത്തും ഫോർട്ട് കൊച്ചിയിലും തോപ്പുംപടിയിലൊക്കെ ഉള്ള നമ്മുടെ ഹാർബറുകളുണ്ട്. നൂറുകണക്കിന് ബോട്ടുകളാണ് നമ്മളുടെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും, ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നും തോപ്പുംപടിയിൽ നിന്നും ചെല്ലാനത്തു നിന്നൊക്കെ കടലിൽ പോകുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ ഹാർബറുകളെ കൂടി കുറേ കൂടി സൗകര്യപ്രദമാക്കാനും അവർക്ക് പോയി മത്സ്യം പിടിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് സുരക്ഷിതമായി അവർക്ക് എത്തിച്ചേരാനും അത് വിപണനം നടത്താനും അത്തരത്തിൽ ഒരു നല്ല പ്രോജക്റ്റ് നമുക്കവിടെ കൊണ്ടുവന്ന് അവരെ കൂടി ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി, ഇന്നിപ്പോൾ രാവിലെ ഞാൻ അവിടെ പോയുള്ളൂ, ഞാനും ശ്രീ ഹൈബിയുടെ MP-യും ആ സ്ഥലം സന്ദർശിച്ചു. തോപ്പുംപടി ഹാർബറാണ്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിലാണ് സെൻട്രൽ ഗവൺമെൻറ് ആ ഹാർബറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അത് പൂർത്തീകരിക്കാൻ സാധിക്കും. ഏകദേശം ഈ മാസം അവസാനം അടുത്ത മാസം ആദ്യത്തോടു കൂടി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മൾ മട്ടാഞ്ചേരി ഭാഗത്ത് വരുമ്പോഴത്തേക്കും അവിടെ തന്നെയല്ല, വാത്തുരുത്തി ഭാഗത്തുള്ള അവിടെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് മാലിന്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. രോഗങ്ങൾ, മഴക്കാലം വരുന്നു, കൊതുക് ശല്യം. കൊച്ചിയിൽ നിന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മൂക്ക് പൊത്തേണ്ട ഒരു അവസ്ഥയാണ്, ടൂറിസ്റ്റുകളടക്കം. മാലിന്യ നിർമ്മാർജ്ജനത്തിന് എന്താണ് പദ്ധതികൾ? മാലിന്യ നിർമ്മാർജ്ജനം അടിസ്ഥാനപരമായി അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. അത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ പുതിയ ബ്രഹ്മപുരത്തെ മാലിന്യ കേന്ദ്രം അവർ ഫലപ്രദമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ BPCL ആണ് ഇപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ ജൈവ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സിറ്റി നമുക്കൊരു ക്ലീൻ സിറ്റിയായി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇത്ര വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രവും മറ്റുമാകുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ നമ്മുടെ ഒരു ക്ലീൻ സിറ്റിയാണ് കൊച്ചി എന്ന് അറിയപ്പെടാനുള്ള ഒരു നടപടിയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന്. അതൊന്ന് നമുക്കൊരു അവയർനെസ് നമ്മൾ താമസിക്കുന്ന ആളുകൾക്കാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ വീട്ടിലെ മാലിന്യം മറ്റ് സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയാനുള്ളതല്ല, അത് നമുക്ക് തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അങ്ങനെ നിർമ്മാർജ്ജനിക്കുക. ഇനി നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാത്ത മാലിന്യങ്ങളാണ് ഉള്ളതെങ്കിൽ അത് കോർപ്പറേഷനെയോ ഏൽപ്പിക്കുന്ന ഏജൻസിയെയോ ഏൽപ്പിക്കുക എന്ന്. നമുക്ക് ഹരിതകർമ്മസേനയുണ്ട്, അവരാണ് അതിൻ്റെ ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളിൽ അവരെ കൂടി ജനങ്ങളെ കൂടി ബോധവൽക്കരിച്ച് അവരുടെ കൂടി സാന്നിധ്യത്തിൽ നമുക്ക് ഈ മാലിന്യ നിർമ്മാർജ്ജനവും അതുപോലെ പരിസര ശുചിത്വവും ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്കൊരു ക്ലീൻ സിറ്റിയാക്കി നമുക്ക് ഈ സിറ്റിയെ മാറ്റിയെടുക്കാൻ കഴിയണം. പ്രതിപക്ഷ നേതാവ് നേരത്തെ ഇവിടെ നൽകിയ മുഖ്യമന്ത്രി ഇവിടെ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ വളരെ നമുക്കൊരു ട്വിൻ സിറ്റിയായി കൊച്ചിയെ മാറ്റണമെന്നുള്ളതാണ്. നമുക്ക് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി എന്ന് പറയുന്ന ഈ പരിമിതമായ സ്ഥലത്ത് നമുക്കറിയാം, കടലും കായലും പോലെയുള്ള സ്ഥലങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കുറേ കൂടി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ, നമ്മുടെ സിറ്റിയുടെ ഒരു വലിയ വ്യാപനം നമുക്ക് നടക്കേണ്ടിയിരിക്കുന്നു. ഒരു പറവൂരാണെങ്കിലും വൈപ്പിനാണെങ്കിലും ഇതൊരു സിറ്റി. അപ്പം മെട്രോപൊളിറ്റൻ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഉണ്ട്. ഒരു മെട്രോപൊളിറ്റൻ ഭരണസമിതി കോടതിയുടെ നിർദ്ദേശപ്രകാരമൊക്കെ ഫോം ചെയ്തെങ്കിലും പിന്നീട് അത് പിന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് അതിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമുക്കൊരു ട്വിൻ സിറ്റി എന്നുള്ള ആശയം നമ്മുടെ മനസ്സിലുള്ളത്.
ആ രീതിയിലേക്ക് നമ്മുടെ സ്ഥല പരിമിതി ഉപയോഗപ്പെടുത്തി നമുക്ക് അതിനെ ഫലപ്രദമായി നമുക്കത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആധുനിക കാലഘട്ടത്തിനനുസൃതമായി ലോകത്തും രാജ്യത്തൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ നഗരത്തിലും ഉണ്ടാകണം എന്നുള്ള കൺസെപ്റ്റോടു കൂടി നമുക്കതിന് ഹ്രസ്വകാല ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാകണം. അത് തുടർന്ന് മുന്നോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു നഗരമാക്കി നമ്മുടെ നഗരത്തെ മാറ്റാൻ സാധിക്കും. നമുക്ക് വരുന്ന ആളുകൾക്ക് സംതൃപ്തിയോടുകൂടി ഇവിടെ വരാനും ഈ പ്രകൃതിയെ ആസ്വദിക്കാനും അവർക്ക് ഇതൊക്കെ കാണാനും ഒക്കെ കഴിയാവുന്ന രീതിയിലേക്ക് ഇത് മാറ്റിയാൽ നമുക്ക് അനന്തമായ ജോലി സാധ്യതകളാണ്, അനന്തമായ നമ്മുടെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പുതിയ മാർഗങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ആ രീതിയിലുള്ളൊരു കൺസെപ്റ്റാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ പിന്നെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ കൊച്ചിയാണ് ലോകത്ത്, നമുക്ക് കുറെ കൂടി ഒരു മാറ്റം അനിവാര്യമാണ്. നമ്മുടെ കുട്ടികളുടെ ചിന്തകൾ എല്ലാവർക്കും വിദ്യാഭ്യാസം. അത് മാത്രമല്ല ഇന്ന് ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു വലിയ ഉപയോഗം. ഇപ്പോ ഈ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള സംഭവങ്ങൾ ഇപ്പോ നമ്മുടെ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു, അതൊക്കെ എത്രമാത്രം കൊച്ചിയെ പോലുള്ള നഗരങ്ങൾക്ക് ഗുണം? അതാണ്, കൊച്ചിയെ പോലുള്ള നഗരങ്ങൾക്കാണ് അത് ഗുണം ചെയ്യുക. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വന്നു പോകുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ മയക്കുമരുന്ന് ശൃംഖലകൾക്ക് വേര് ഉറപ്പിക്കാൻ കഴിയാവുന്ന ഒരു പ്രദേശമായി ഇത് മാറുന്നുണ്ട്. അത് ഗൗരവതരമായി ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഒരു ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഏറ്റവും മോശമായ സാഹചര്യത്തെക്കുറിച്ച്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് നമ്മളൊരു അവയർനെസ് കൊടുക്കുമ്പോൾ തന്നെ ഇത് കൊണ്ടുവരുന്ന കണ്ണികൾ ആരാണെന്നും അത് ആരൊക്കെയാണ് ഇതിൻ്റെ വിപണനം നടത്തുന്നതെന്നും അത് കൃത്യമായി അവരെ കട്ട് ചെയ്യാനുള്ള നടപടികൾ നമ്മൾ എടുക്കാനും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നടപടികൾ കൂടി, നിയമത്തിന്റെ ഒരു അപര്യാപ്തത കൂടി ഇതിനകത്തുണ്ട്. കാരണം ഇത് വലിക്കുന്ന അല്ലെങ്കിൽ ഇത് ചെറിയ രീതിയിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ശിക്ഷ കൊടുക്കുന്ന തരത്തിലേക്കൊക്കെ മാറ്റിയാൽ, അത് കുറെ കൂടി ഒന്ന് ശക്തമാക്കിയാൽ, കുറെ കൂടി ഒരു ശിക്ഷ കിട്ടുന്ന ഒരു നടപടിയിലേക്ക് കൂടി വന്നാൽ ആളുകൾ പിന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നിൽക്കില്ല. അപ്പൊ അത് മറ്റും നമ്മളൊരു നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് മയക്കുമരുന്നിന്റെ അടിമപ്പെട്ട് യുവതലമുറ കാണിച്ചു കൂട്ടുന്ന ഓരോ അപകടകരമായിട്ടുള്ള സാഹചര്യം. നമുക്കത് ഇല്ലാതാക്കണമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനു കൂടി ഒരു പ്രാധാന്യം നമ്മളൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അത്തരത്തിൽ, പിന്നെ കുട്ടികളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ അതിനെ പരിശീലിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. വിദ്യാഭ്യാസ രംഗത്ത് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്ന നടപടികൾ കൂടി ഉണ്ടാകണം. അപ്പോൾ ഒരു MLA എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള നിരവധി പദ്ധതികൾ കൂടി നമുക്ക് ആസൂത്രണം ചെയ്യാനുണ്ട്. ഇപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ആ പുതിയ MLA ആണ്, യുവ MLA ആണ്, ആദ്യമായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു, ആദ്യമായി MLA ആയി തീരുകയാണ്, യുവ MLA. എങ്ങനെയായിരുന്നു ഇപ്പോ നിയമസഭാ, പുറത്തു നിന്നാണ് നിയമസഭയെ കുറിച്ച് അറിയുള്ളൂ, ആദ്യമായി എങ്ങനെയാണ് നിയമസഭയിൽ ചെന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇല്ല, നിയമസഭ എപ്പോഴും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുട്ടികളെ പോലെയാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ പുതിയ ആളുകളാണ്, പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്ത നിരവധി ആളുകളുണ്ട്. അപ്പൊ നിയമസഭാ സമ്മേളനം തുടങ്ങിയ സമയത്ത് നമുക്കൊരു പുതിയ അനുഭവമല്ലേ. നമ്മൾ അവിടെ ചെന്ന് മുഴുവൻ സമയവും സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുക, അവിടെ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുക. നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം, നന്നായി പഠിക്കേണ്ട, അവിടുത്തെ ലൈബ്രറികൾ പോലും ഉപയോഗപ്പെടുത്തേണ്ട, ഒരു സഭയിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഏതൊക്കെയാണ്. അപ്പോൾ അത് ഏറ്റവും മനോഹരമായി വളരെ ക്രിസ്പായി 1, 2, 3 മിനിറ്റ് കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിലെ വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ അത് വളരെ ക്രിസ്പായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ഫോറമാണ്. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായി സംസാരിക്കാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയാവുന്ന രീതിയിലേക്ക് നമ്മൾ സ്വയം മാറുക എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം അതിന് കുറേ നമുക്ക് ഹോംവർക്ക് ചെയ്യേണ്ടി വരും, നമ്മൾ നന്നായി പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ, രാഷ്ട്രീയത്തിനപ്പുറത്ത്
മറ്റ് കാര്യങ്ങൾക്കപ്പുറത്ത് മുൻ നിയമസഭാ സാമാജികർ എങ്ങനെയായിരുന്നു അങ്ങനെയായിട്ട് പ്രവർത്തിച്ചിരുന്നത് എല്ലാം ജനങ്ങൾക്ക് വേണ്ടി അതെ. സംസാരിക്കാനും അവതരിപ്പിക്കാനും അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് പൊതുജന നന്മ ലക്ഷ്യമാക്കി ചെയ്യിപ്പിക്കാൻ ഒരു ബില്ലിലോ അല്ലെങ്കിൽ ഒരു നടപടിക്രമങ്ങളിലോ ഒരു സർക്കാർ അത് ഏത് രീതിയിലാണ് ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്, ഒരു ചാൻസാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ അതൊരു വലിയ അനുഭവമാണ്. ഇത്രയധികം കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 140 MLA-മാർ രാഷ്ട്രീയം നോക്കാതെ, ഞാൻ അവിടെ ചെന്നപ്പോൾ ഫ്ലോറിനകത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല, എല്ലാം ഒരു ഒറ്റക്കെട്ടാണ്. ഫ്ലോറിനകത്ത് തെരഞ്ഞെടുപ്പ് വരെയും പരസ്പരം അവരുടെ ആശയപരമായിട്ടുള്ള പോരാട്ടം നടത്തും, അല്ലെങ്കിൽ അവരവരുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഫ്ലോറിനകത്ത് വളരെ സൗഹൃദപരമായിട്ടുള്ള പെരുമാറ്റമാണ് എല്ലാവരും. അതുപോലെ തന്നെ നമുക്ക് പൊതുനന്മ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ അതിനകത്ത് എല്ലാവർക്കും ഒരു പൊതു വികാരം അതിനകത്തുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയുന്ന സാഹചര്യത്തിൽ കടുത്ത ഭാഷയിലേക്ക് വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതും ആരോഗ്യകരമാണ്. കേരളം പോലെ പിന്നെ കേരളം പോലെയുള്ള ഇത്രയധികം രാഷ്ട്രീയപരമായി ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ആ രീതിയിലാകണം, ഒരു പൊളിറ്റിക്കലൈസ് ചെയ്യണം എന്ന ഒരു സമൂഹത്തെ പൊളിറ്റിക്കലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകണം. ആ ചർച്ചകളാണ് കേരളത്തെ ഇക്കാലം അത്രയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്രയധികം മതേതരമായി ചിന്തിക്കുകയും ജനാധിപത്യത്തെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒന്നായി കാണുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെയാണ്. ആ രാഷ്ട്രീയം ഏറ്റവും മനോഹരമായി ഏറ്റവും നന്നായി പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതൊരു മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. അത് തീർച്ചയായും അതിനകത്ത് വിജയിക്കുന്ന ആളുകൾ ഒരുപക്ഷെ കേരളത്തിൽ എന്നും ശ്രദ്ധിക്കപ്പെട്ടിരിക്കും. ഇനി നമുക്ക് വരും കാലങ്ങളിൽ തീപ്പൊരി പ്രസംഗങ്ങൾ പ്രതീക്ഷിക്കാം. 5 വർഷക്കാലം ഒരു വാദപ്രതിവാദം തീപ്പൊരി പ്രതീക്ഷിക്കാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും. ഇപ്പൊ പറഞ്ഞു ധാരാളം പ്രൊജക്ടുകൾ മനസ്സിലുണ്ട്. ഇതിനൊക്കെ പണം കണ്ടെത്തണ്ടേ? ധവളപത്രം ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കണ്ട എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ തിരിച്ച് ഉമ്മാക്കിയല്ല കണ്ണാടിയാണ് തിരിഞ്ഞു നോക്കൂ എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പറഞ്ഞു. ഇപ്പോ 5.07 ലക്ഷം കോടിയാണ് കടം എന്നാണ്. കേരളം കടക്കെണിയിലാണ്. ഇനി എന്ത് ചെയ്യും? ഈ പണമൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കും? എങ്ങനെയാണ്? 2016 UDF സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 1,57,000 കോടി രൂപയാണ്. അപ്പം നമ്മള് കടമെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീടാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുക, നമ്മൾ ഊഹിക്കുക. നമ്മൾ വീട്ടിലൊരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു 3000 രൂപ ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങി നമ്മൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ്, നമുക്കൊരു വീടിന് വരുമാനം കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നമ്മളത് ഇട്ടാൽ നമുക്ക് ഈ 3000 രൂപയിൽ ഒരു 1000 രൂപയെങ്കിലും ഇട്ടാൽ 1000 രൂപയുടെ വരുമാനം നമുക്ക് കിട്ടും. 2000 രൂപ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലായി മറ്റുള്ള തരത്തിലേക്ക് നമ്മൾ മാറ്റിയാലും പല ബാധ്യതയും മാറ്റിയാലും നമ്മുടെ ശേഷി കൂടി ഉപയോഗപ്പെടുത്തി നമുക്കത് മേക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് കേരളത്തിൽ ഈ 5,07,000 കോടി രൂപയുടെ കടം ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ 4 ഇരട്ടിയോളം ആണ് കടം വർദ്ധിച്ചത്. അത് കേരളത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദൈനംദിന കാര്യങ്ങളുടെ ചെലവുകൾക്ക് വേണ്ടി പണം കടമെടുത്ത് ചെലവഴിക്കുക, പിന്നീട് അതിൻ്റെ പലിശ കൊടുക്കാൻ വീണ്ടും കടമെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും മിസ്മാനേജ്മെന്റ് എന്നുള്ളത് സാമ്പത്തിക മേഖലകളിൽ അത്തരത്തിലുള്ള മിസ്മാനേജ്മെന്റാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം നടന്നത്. 10 വർഷക്കാലം അത് കേരളത്തിനുണ്ടാക്കിയ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുടെ ഒരു തകർച്ച വളരെ വലുതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മുൻ ധനമന്ത്രി പറഞ്ഞത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു അടവ് നയമാണിത്. ഇതൊരു രാഷ്ട്രീയ രേഖ എന്നുവെച്ചാൽ
കറക്റ്റ് ആയിട്ടല്ല ഈ ഒരു ധനവകുപ്പ് ചെയ്യേണ്ട കാര്യമാണ് പുറത്ത് ഏജൻസിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മുൻ ധനമന്ത്രിയുടെ അവകാശം. നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ പൊതുകടം നിലവിലുണ്ടായിരുന്നതിനേക്കാൾ 4 ഇരട്ടിയായി വർദ്ധിച്ചു. ആ വർധനവിൽ പോലും കേരളത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിനകത്ത് ആ പൊതുകടത്തിൽ നിന്ന് കൂടുതൽ പണം ചെലവഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കടമെടുത്ത പണം എന്തായാലും നമ്മൾ തിരിച്ചടവുണ്ട്. നമ്മുടെ സ്റ്റേറ്റിലെ വെച്ചിട്ടാണ് നമ്മൾ ഈ കടം മുഴുവൻ എടുത്തിരിക്കുന്നത്. കിഫ്ബി എടുത്ത കടമാണെങ്കിലും സംസ്ഥാന സർക്കാർ വിവിധ ഏജൻസികളിൽ നിന്നെടുത്ത പണമാണെങ്കിലും ഈ പണമെല്ലാം തിരിച്ചടക്കപ്പെടണമല്ലോ. സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് റിട്ടേൺ ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നമുക്ക് തിരിച്ചടക്കപ്പെടേണ്ട ഒന്നാണ്. റിട്ടേൺ ഉണ്ടെങ്കിൽ റിട്ടേണിൽ നിന്ന് നമുക്ക് തിരിച്ചടക്കാം. അങ്ങനെയുള്ള ഒരു വലിയ അപകടകരമായിട്ടുള്ള സാഹചര്യം ഇന്ന് കേരളത്തിനുണ്ട്. സ്വാഭാവികമായും നമുക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ പലിശയും അതുപോലെ നമ്മൾ വാങ്ങിച്ച പണവും തിരിച്ചടക്കാനുള്ളതാണ് എങ്കിൽ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുക? കഴിഞ്ഞ 5 വർഷക്കാലം ലോക്കൽ ബോഡികളുടെ പദ്ധതികൾ മുഴുവൻ 50% വരെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ, സർക്കാർ ആശുപത്രികളുടെ പുതിയ കെട്ടിടം അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലല്ലോ. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് അവർക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് വാങ്ങിയ അവരുടെ അംശാദായം അടച്ച ആളുകൾ 17-18 മാസക്കാലമായി അവർക്ക് പണം കൊടുത്തിട്ട് അവരുടെ അംശാദായം വാങ്ങിച്ചാണ്, അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചാണ്. ആ പണം പോലും തിരിച്ചു കൊടുക്കുന്നില്ല. ഈ ഒരു ക്രൈസിസിനെ നമ്മൾ നന്നായി നേരിടണം. അതിനുവേണ്ടി ഒരു ശക്തമായ മാനേജ്മെന്റ്, സാമ്പത്തിക മാനേജ്മെന്റ് നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശ്രീ വി ഡി സതീശൻ ഫിനാൻസിന്റെ കൂടി ചുമതല ഏറ്റെടുത്തത്. എനിക്ക് തോന്നുന്നു സി അച്യുതമേനോന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി തന്നെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിന് തീർച്ചയായും അതിനൊരു മാർഗം കണ്ടിട്ടുണ്ടല്ലോ. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ പണമില്ലെങ്കിൽ സർക്കാർ പണമുണ്ടാക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് മറ്റു രീതിയിൽ കണ്ട് മുഴുവൻ വിറ്റഴിക്കപ്പെടുന്ന കേരളത്തിൻ്റെ പൊതുസമ്പത്തോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും വികസന മേഖലകളിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അത് വിറ്റഴിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകളെ ഓടിക്കാനാണ് CPM-ന്റെ ഭാവമെങ്കിൽ, ഇടതുമുന്നണിയുടെ ഭാവമെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് ഞങ്ങൾ കേരളത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാകും, സത്യസന്ധത ഉണ്ടാകും. ചെയ്യുന്ന കാര്യങ്ങൾ നാടിന് വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ആ പദ്ധതികൾ മുഴുവൻ നടപ്പിലാകും. അതിനകത്ത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി മുൻകാലങ്ങളിൽ നടത്തിയതുപോലെ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നാടിനെ ബലി കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമീപനം CPM സ്വീകരിക്കുകയാണെങ്കിൽ CPM ഇന്ന് പരാജയപ്പെട്ടതിനേക്കാൾ വലിയ തോതിൽ CPM-ന് വീണ്ടും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അതൊരു പക്ഷേ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ കപട സമരങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും 10 വർഷക്കാലം ചെയ്യാത്ത കാര്യങ്ങൾ ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ചെയ്യണമെന്ന് പറഞ്ഞ് സമരം ചെയ്താൽ അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യമായ വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് മാസപ്പടി കേസ് അടക്കം കൈകാര്യം ചെയ്യാൻ ഈ ഭരണപക്ഷം ശ്രമിക്കുന്നത്? ഇപ്പോൾ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൂടി വിധി പറഞ്ഞേക്കാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള ഒരു പ്രതിപക്ഷ ഭരണപക്ഷ പോര് സഭയിലും പുറത്തും? അല്ല, ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രതിപക്ഷമായി CPM-ഉം ഇടതുമുന്നണിയും മാറിയാൽ അതിന് ജനങ്ങൾ അംഗീകരിക്കും. രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ്, സമരങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ ജനങ്ങൾ അത്തരത്തിൽ അത് അംഗീകരിക്കാൻ കഴിവോ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളല്ല കേരളത്തിലെ ജനങ്ങൾ എന്ന് അവർക്ക് ബോധ്യപ്പെടും. ഒരു സംശയവും വേണ്ട. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇപ്പം ഈ മാസപ്പടി, മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി, ഈ അഴിമതികൾ, സ്വജനപക്ഷപാതം, അക്രമ പ്രവർത്തനങ്ങൾ, ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച, ഇതൊക്കെ നമ്മൾ നിരന്തരമായി കഴിഞ്ഞ 10 വർഷക്കാലം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിനകത്തെല്ലാം സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്.
അതിനകത്ത് അത് നടക്കട്ടെ, കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടട്ടെ. ഇനി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്ന് അവർ പറയണമല്ലോ. ഇത്രയും കാലഘട്ടം ഭരണത്തിൻ്റെ തണലിൽ RSSനും സംഘപരിവാറിനും കേരളത്തിൽ വളരാനുള്ള ഇടമാക്കി കൊടുക്കാമെന്നുള്ള കരാറ് ഏറ്റെടുത്ത പിണറായി വിജയനും കൂട്ടരും ഇന്ന് പ്രതിപക്ഷത്താണ്. അവർക്ക് ഇന്ന് ആ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അവർ ആ നിലപാട്, സംഘപരിവാറിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് കേസുകളിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇനിയും ഉണ്ടാക്കുകയാണെങ്കിൽ അത് മതനിരപേക്ഷരായിട്ടുള്ള CPM അണികൾ ഈ കൊഴിഞ്ഞു പോയതല്ല, ഇതിനേക്കാൾ വേഗത്തിൽ കൊഴിഞ്ഞു പോകും, ഒരു സംശയവും വേണ്ട. വരാനിരിക്കുന്ന നാളുകൾ CPM പോലെയുള്ള പാർട്ടി അവരുടെ ആശയപരമായിട്ടുള്ള ദൃഢത വർദ്ധിപ്പിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുനന്മയ്ക്ക് ഉതകുന്ന നമ്മുടെ മൂല്യങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അവർക്കും കേരളത്തിൽ സ്പേസ് ഉണ്ട്. അത് വേണ്ട, ഞങ്ങൾ RSSും സംഘപരിവാറുമായി കൂട്ടുകൂടും, ഞങ്ങൾ അങ്ങനെ കൂടി ഈ സർക്കാരിനെ താഴെ ഇറക്കാം എന്നാണ് അവർ കരുതുന്നതെങ്കിൽ ഒരു കാരണവശാലും അത് കേരളത്തിലെ മതനിരപേക്ഷരായിട്ടുള്ള ആളുകൾ അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. ഇപ്പോ ശക്തമായ പ്രതിപക്ഷമാണ് ഉള്ളത്. പ്രതിപക്ഷത്ത് എന്തിനും ഏതിനും സമരം ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അതേപോലെ ശക്തരായ യുവ നേതാക്കൾ ഭരണപക്ഷത്തുണ്ട്. ശക്തമായി VD സർക്കാരിൽ ഇത്രയും പ്രതിഭാധനരായ ശക്തമായ യുവ നേതാക്കളുള്ളപ്പോൾ സപ്പോർട്ട് കൊടുത്ത് ഇത് എതിർക്കുന്നത് തന്നെയാണോ വരും ദിവസങ്ങളിൽ കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും 10 വർഷക്കാലത്തെ ഈ സർക്കാരിന്റെ ഭരണപരാജയത്തെ ജനങ്ങൾ ഏത് രീതിയിലാണ് വിലയിരുത്തപ്പെട്ടത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞത്, അത് വളരെ കൃത്യമായി ഞങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. കൃത്യമായി അവരെ ഞങ്ങൾ രണ്ടാമത്തെ കാര്യം ബോധ്യപ്പെടുത്തിയത് ഈ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും അത്തരത്തിലുള്ള സംസാരങ്ങളുമാണ് നിങ്ങൾക്കെങ്കിൽ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കാൻ പോകുന്നില്ല. ആ സ്പേസ് കൊണ്ടുപോകാൻ പോകുന്നത് ഒരുപക്ഷെ സംഘപരിവാറും BJPയും ആയിരിക്കും. അത്തരത്തിലാണ് നിങ്ങളുടെ നിയമസഭാ സാമാജികർ തന്നെയായി. തീർച്ചയായും അത്തരത്തിലുള്ള സമീപനമാണ് നിങ്ങളുടേതെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തിയത്. അവരുടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പോലും, ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള, കാലങ്ങളായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇത്തവണ UDFന് വോട്ട് ചെയ്തത് യഥാർത്ഥ ലെഫ്റ്റ് UDF ആണ് എന്ന് വിശ്വസിച്ചിട്ടാണ്. അങ്ങനെ മനുഷ്യത്വപരമായിട്ടുള്ള, മനുഷ്യന് വേണ്ടി ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ മുഖം കണക്കിലെടുത്ത് അവർക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന ഒരു സർക്കാർ ആയതുകൊണ്ടാണ്, അങ്ങനെ വരും എന്നുള്ളത് കൊണ്ടാണ് UDFന് അനുകൂലമായും VD സതീശന് അനുകൂലമായും ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എല്ലാ വിലയിരുത്തലിലൂടെയും നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ തീർച്ചയായും ഇന്ദിരാ ഗ്യാരണ്ടി പോലെയുള്ള ഗ്യാരണ്ടികൾ നടപ്പിലാക്കുക, പുതിയ തലമുറയെ നമുക്ക് നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താനും അവർക്ക് തൊഴിൽ കൊടുക്കാനും പുതിയ സംരംഭങ്ങൾ ഉണ്ടാകാനും നമ്മുടെ നാട് അത്തരത്തിൽ മാറാനും ഒക്കെ കഴിഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുക UDFന് തന്നെയായിരിക്കും, ഒരു സംശയവും അല്ല. നമ്മൾ നന്നായി ചെയ്താൽ ജനങ്ങൾ നമ്മളെ അംഗീകരിക്കും, ഒരു സംശയവും വേണ്ട. ഒരു മാറ്റത്തിന് വേണ്ടി അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട്, അടുത്ത ഭരണം മാറി വരും. അല്ല, സ്വാഭാവികമായും അത്തരത്തിൽ ആഗ്രഹിക്കുന്നവരായി അപ്പുറത്തെ പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ആ തെറ്റ് തിരുത്തപ്പെടണം, എങ്കിലല്ലേ ഒരു ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. തീർച്ചയായും അതുണ്ടാകും. നമുക്കൊരു കുറച്ചൊരു ഫാമിലി വിശേഷം കൂടി ചോദിക്കാം. സ്വദേശം ആലുവയിലാണ്. എങ്ങനെയാണ് ഫാമിലി, വൈഫ് എന്ത് ചെയ്യുന്നു, മക്കളൊക്കെ എങ്ങനെയാണ്? MNA.com പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. പല നിയമസഭാ സാമാജികരുടെയും കുടുംബത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടാവും. തീർച്ചയായിട്ടും. ഞാന് എൻ്റെ ഉമ്മ ഉണ്ട് വീട്ടില്, അതുപോലെ തന്നെ ഭാര്യയും 3 മക്കളാണ്, 3 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. മൂത്ത ആള് +1 ഇപ്പോൾ ജോയിൻ ചെയ്തു, രണ്ടാമത്തെ ആള് 8ാം ക്ലാസ്സിലേക്കായി, ഏറ്റവും ആള് 4ാം ക്ലാസ്സിലേക്കായി. ഭാര്യ ഒരു അധ്യാപികയാണ്. ഭാര്യ കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഫിസിക്സിലാണ് അവർ പഠിപ്പിക്കുന്നത്, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കുടുംബമാണ്. ഞാനും വിവിധ കോളേജുകളിലൊക്കെ പഠിച്ചു വന്നതാണ്. ഞാൻ ആലുവ തന്നെയാണ്. പ്രീ ഡിഗ്രി അല്ലമീൻ കോളേജ്, ഡിഗ്രി ആലുവ UC കോളേജ്, പിന്നീട് മഹാരാജാസ് കോളേജിൽ PG പൂർത്തിയാക്കി. മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ ഈ പാർട്ടി പ്രവർത്തനത്തിലും KSU ഞാൻ സ്കൂൾ കാലഘട്ടം മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം, ഹൈസ്കൂൾ മുതൽ
സജീവമായി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലുണ്ട്. പ്രസ്ഥാനത്തേക്ക് വളരെ സജീവമായി വന്ന ഒരാളാണ്. അപ്പം മഹാരാജാസ് കോളേജ് കഴിഞ്ഞു, പിന്നീട് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ കൊച്ചി യൂണിവേഴ്സിറ്റിയിലായിരുന്നു നിയമപഠനം. അങ്ങനെ വിവിധ കലാലയങ്ങളിൽ പഠിക്കാനും പോകാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വിദ്യാർത്ഥി യുവജന കാലഘട്ടത്തിലുണ്ടായ ഒരു വലിയ അനുഭവം അതെ. അതാണ് ഞങ്ങളൊക്കെ കരുപ്പിടിപ്പിച്ചത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ പൊതുവിഷയങ്ങളിൽ ഇടപെടാനും അഭിപ്രായം പറയാനും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ഒക്കെ അവസരമുണ്ടാക്കിയത് ആ കാലഘട്ടത്തിൽ. ജനമനസ്സറിഞ്ഞു തന്നെയാണ്. തീർച്ചയായിട്ടും. ആരാണ് ഈ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നേതാവ് കോൺഗ്രസിൽ? അറിയാലോ, ചെറുപ്പം മുതലേ തന്നെ പല ആരാധ്യ കഥാപാത്രങ്ങൾ ധാരാളം ഉണ്ടാവും. പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കോൺഗ്രസിന്റെ ആശയങ്ങളാണ് നമ്മളെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ചത്. ഞാനൊരു ചരിത്രം നന്നായി പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് പഠിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ സ്വാഭാവികമായും ചരിത്ര വിഷയത്തോട് വലിയ താല്പര്യമുണ്ടായി, രാഷ്ട്രീയത്തോട് ഒരു താല്പര്യമുണ്ടായി. പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ പ്രോത്സാഹിപ്പിച്ച നിരവധി ആളുകളുണ്ട്. സ്വാഭാവികമായും വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ശിക്ഷണവും ഈ പറയുന്നത് പോലെ അവരുടെയൊക്കെ ആശയങ്ങളും അല്ലെങ്കിൽ അവർ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശവും അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ നന്നായി പ്രവർത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജനമനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തീർച്ചയായും വി ഡി സതീശനെ പോലെയുള്ള നേതാക്കന്മാർ തന്നെയാണ് ഞങ്ങൾക്ക്. ഞാൻ മാത്രമല്ല, ഞാനും ഹൈബിയും ഞങ്ങൾ അങ്ങനെ ഒരു തലമുറ തന്നെയുണ്ട്, യുവതലമുറ തന്നെയുണ്ട്. എല്ലാവരുടെയും അങ്ങനെ പറഞ്ഞു തന്ന് പഠിപ്പിച്ച് തെറ്റ് കണ്ടാൽ വഴക്ക് പറയുകയും നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയുകയും അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യണം എന്ന് പറയുകയും ഒക്കെ ചെയ്തത് അത്തരത്തിലുള്ള വി ഡി സതീശനെ പോലുള്ള ആളുകളുടെ ഉപദേശവും നിർദ്ദേശങ്ങളുടെയും എല്ലാ അടിസ്ഥാനത്തിലാണ്. അത് ഇതുവരെയും തെറ്റിയിട്ടില്ല. അത് ഇതുവരെയും ജീവിതത്തിൽ നല്ല അനുഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, നല്ലത് പറയിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ്. അദ്ദേഹത്തിന് വളരെ അനുഭവ സമ്പത്തുള്ളതാണ്. അദ്ദേഹത്തിന് അറിയാലോ, റീഡിങ് ഹാബിറ്റ് ആണ്, പോകുന്ന വഴിയൊക്കെ പുസ്തകമാണ് റീഡിങ്. അങ്ങനെ ഒരു എന്താണ് ഹോബി, എന്താണ്, എങ്ങനെയാണ്? അല്ല, നമ്മള് വിഷയങ്ങളിൽ ഇടപെടുക, ആളുകളുമായി സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനോടൊപ്പം എല്ലാം ഉണ്ട്. ഞാൻ DC പ്രസിഡൻ്റായി വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ DCC ഓഫീസിൽ തന്നെ ഒരു പബ്ലിക് ലൈബ്രറി, കേരളത്തിൽ വേറെ എങ്ങും ഉണ്ടാവില്ല അതൊന്നും, ഞങ്ങളൊരു പബ്ലിക് ലൈബ്രറിയാണ് ഞങ്ങളുടെ ഓഫീസിൽ. ഏറ്റവും മനോഹരമായി ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. പോൾ പി മാണി സാറിൻ്റെ പേരിലാണ്. മുൻ DCC പ്രസിഡന്റും മന്ത്രിയും ഒക്കെ ആയിരുന്ന പോൾ പി മാണി സാറിൻ്റെ പേരിലാണ്. അതിനോടൊപ്പം തന്നെ ഒരു സബർമതി പഠന ഗവേഷണ കേന്ദ്രമുണ്ട്. ഈ 4 വർഷക്കാലത്തിനിടയ്ക്ക് നിരവധി പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഏറ്റവും കൂടുതൽ എൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പയിനിങ്ങിനായി വന്നത് മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രനാണ്, തുഷാർ ഗാന്ധിയാണ്. അദ്ദേഹം ഈ 140 നിയോജകമണ്ഡലത്തിൽ ആകെ ഒരു നിയോജകമണ്ഡലത്തിലാണ് അദ്ദേഹം ഒരു ക്യാമ്പയിന് വേണ്ടി വന്നത്. എനിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം തന്നെ നിരവധി പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായതിൻ്റെ 100ാം വാർഷികം 10 ദിവസക്കാലം നീണ്ടുനിന്ന സെമിനാറുകളും സിമ്പോസിയങ്ങളും ചർച്ചകളുമാണ് എറണാകുളത്ത് രാജേന്ദ്ര മൈതാനിയിൽ ഞങ്ങൾ നടത്തിയത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്ത് നിന്നും നിരവധിയായിട്ടുള്ള ചരിത്രകാരന്മാർ അവിടെ പങ്കെടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള രാഷ്ട്രീയ അനുഭവ സമ്പത്തും അങ്ങനെയുള്ള ചരിത്രപരമായിട്ടുള്ള പഴയ നിമിഷങ്ങളെ ഓർക്കാനും അത് പറയാനും ഒക്കെ നമുക്ക് അവസരം കിട്ടിയത് അവിടെ നിന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഈ പറയുന്നത് പോലെ ഒരു മെൻഡർ എന്ന് വി ഡി സതീശനെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ തീർച്ചയായിട്ടും വി ഡി സതീശന്റെ പാത പിന്തുടരുന്ന ധാരാളം അണികൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്, യുവ നേതാക്കളുണ്ട്, കരുത്തുമായി കൂടെയുണ്ട്. അദ്ദേഹം തുടങ്ങി വെച്ച ആശയങ്ങളും എല്ലാം പൂർത്തീകരിക്കാൻ ഈ യുവ MLA-മാർക്ക് സാധിക്കട്ടെ. ഒപ്പം കൊച്ചിയെ സംബന്ധിച്ച് ലോകഭൂപടത്തിൽ ഇടം പിടിച്ച കൊച്ചിക്ക് ധാരാളം മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അതിനൊക്കെ MLA ഫണ്ട് അതെല്ലാം അതിനുവേണ്ടി വിനിയോഗിച്ച് നല്ല പ്രവർത്തനം, നല്ല മാറ്റം, നല്ല കൊച്ചിയായി ലോകഭൂപടത്തിൽ ഇനിയും മുന്നേറ്റം 1ാം നമ്പർ ആവാൻ സാധിക്കട്ടെ. അതിനുള്ള എല്ലാ കരുത്തും നമ്മുടെ നേതാക്കൾക്കുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.